വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വരുന്നത്. അങ്ങനെ എത്ര നട്ടപ്പാതിര ആയാലും ശരി തന്നെ അമ്മ ഒന്ന് അടുത്ത് കിടന്നാലേ ഞാൻ ഉറങ്ങുമെന്നും പറഞ്ഞ് ഒരാളിവിടെ സമരം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കേക്കിന് ഓർഡർ തന്നിട്ടുള്ള ജോസി എന്ന് പറയുന്ന ഒരു അങ്കിളാണ് കേട്ടോ. പുള്ളിക്കാരെ ഇതിന് മുമ്പ് നമ്മുടെ ഇതൊക്കെ കേക്ക് മേടിച്ചിട്ടുള്ളതാണ്. ഈ അങ്കിളുടെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക്. ആളാണെങ്കിൽ കേക്കിന് എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റിൽ നല്ല ലുക്കുള്ളൊരു കേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. മോൾ അത്യാവശ്യം ബൈബിളൊക്കെ വായിക്കുകയും പിന്നെ കൊന്തയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഐഡിയയിൽ നല്ലൊരു ഈ ഒരു തീം വെച്ചിട്ട് കേക്ക് ചെയ്തോളാനാണ് അങ്കിള് പറഞ്ഞത്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക് കുറച്ചും കൊണ്ട് മാക്സിമം വിപ്പിംഗ് ക്രീമിൽ തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ ഫ്ലവറൊക്കെ എഡിബിൾ വേഫർ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ എത്ര ഫോണ്ടൻ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ഈ കേക്കിൻ്റെ റൈറ്റിങ്സ് കൊടുക്കാൻ നേരം കുറച്ച് ഫോണ്ടൻ്റ് വേണ്ടി വന്നു കേട്ടോ. അല്ലാതെ നമുക്കിത് എഴുതിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനത് ഫോണ്ടൻ്റ് തന്നെ ചെയ്ത് വെച്ചു. അങ്ങനെ കേക്ക് ചെയ്ത് ഒരുവിധം എത്തിയപ്പോഴത്തേക്ക് ഈ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ 1 kg കേക്ക് വേണമെന്നില്ല, കാര്യം ഞാനും വൈഫും മോള് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു 800 grams ആയാലും മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ മോള് 1 kg തന്നെ ചെയ്തോ, മോൾക്ക് നഷ്ടമൊന്നും വരുത്തണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ കേക്ക് ഏകദേശമൊക്കെ ഒരുവിധം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേക്കിനകത്ത് പേര് വെക്കാനായിട്ടൊരു ഓപ്ഷനും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ആ ബേസിൽ കുറച്ച് സ്പേസ് ഇടണമെന്ന് വിചാരിച്ചെങ്കിൽ അത് ഞാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് കേക്കൊന്ന് മുന്നോട്ട് നീക്കിയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് അത്യാവശ്യം പേരിനുള്ള ഗ്യാപ്പ് ആയപ്പോഴത്തേക്ക് അവിടെ ഞാൻ പേര് പിന്നീട് ഫോണ്ടന്റിൽ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കേക്കിൻ്റെ ഫൈനലിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കിയപ്പോഴാണ് അറിയുന്നത് 1.5 kg ആയിട്ടുണ്ട് വെയിറ്റ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, 800 grams മതിയെന്ന് പറഞ്ഞെടുത്ത് 1.5 kg ആക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പൈസ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പോട്ടെ, 1 kgയുടെ ക്യാഷ് മാത്രം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ലേ, ഇത് പംകിൻ സീഡാണ് കേട്ടോ. ഇത് വെച്ചാണ് ഈ കേക്കിനകത്ത് ഞാൻ ലീഫ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ ടൈമിൽ തന്നെ കേക്ക് എത്തിച്ചെടുത്തിട്ട് 1 kg കേക്കിൻ്റെ റേറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് വേറൊരു സത്യം മനസ്സിലായത്. കേക്കിന് മാത്രമുള്ള റേറ്റ് മേടിച്ചിട്ടുള്ളൂ, ഈ വർക്കിനുള്ള റേറ്റൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് വന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം പോലും പലതും ഞാൻ മാറ്റി വെച്ചിട്ട് ഈ കേക്കിന് പുറകിലായിരുന്നു. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് അതിന് 5 പൈസ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് സാരമില്ല, നമുക്ക് വിളിച്ചിട്ട് പറയാം, കേക്കിൻ്റെ റേറ്റ് മാത്രമേ എടുത്തോളൂ, വർക്കിന് റേറ്റ് പറയാൻ വിട്ടുപോയി എന്ന് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ടും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സങ്കടമൊക്കെ മറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു 500 rupees അയച്ചേക്കുന്ന അങ്കിള്. കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കണ്ടിട്ട് കട്ട് ചെയ്യാൻ പോലും തോന്നില്ല, അങ്കിളിൻ്റെ ഒരു സന്തോഷത്തിന് അയച്ചാണ് മോളെ, അതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. ഫുൾ വീഡിയോ വേണ്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം.